അങ്ങനെ കല്യാണം കഴിഞ്ഞ് നമുക്ക് നമ്മുടെ സ്വന്തം വീട്ടിൽ വരുമ്പോൾ വല്ലാത്തൊരു സന്തോഷമല്ലേ. അങ്ങനെ ഒരു സന്തോഷത്തിലാട്ടോ ഞാൻ പോകുന്നത്. ഇത്ര നാൾ അൽക്കാഞ്ഞ് വാരി തരണം, അൽക്കാഞ്ഞ് ഓർക്കണം എന്നൊക്കെ പറഞ്ഞ ടീമാണ് എന്നെ മൈൻഡ് പോലും ചെയ്യാതെ ഫ്രണ്ട് ചേട്ടൻ്റെ കൂടെ ഇരുന്ന് കാപ്പിയും ചായയും കുടിച്ച് ഭക്ഷണമൊക്കെ കഴിക്കുന്നത് കേട്ടോ. വല്ലാത്തൊരു സങ്കടമുണ്ട്, എന്നാലും ഞാൻ സങ്കടം കാണിക്കുന്നില്ല കേട്ടോ. അപ്പം നമുക്ക് കൂട്ടായിട്ട് ഇസമണി ഉണ്ട് കേട്ടോ. ഹേച്ചുമണി ഇല്ലെങ്കിൽ എന്താ, എനിക്ക് ഇസമണി ഉണ്ടല്ലോ, അക്കാഞ്ഞി ഇസമണീനെ മതി എന്നൊക്കെ പറഞ്ഞ് ഇസമണീനെ സൊപ്പിട്ടുകൊണ്ടിരിക്കുമ്പോഴാട്ടോ ഹിച്ചുകുഞ്ഞിന് ഭയങ്കര സങ്കടമായി. ഹിച്ചുകുഞ്ഞ് ഓടി ചാടി എത്തി കേട്ടോ. അങ്ങനെ കുറച്ച് ഫോട്ടോയ്ക്ക് വീഡിയോ ഒക്കെ ഉണ്ട്. രണ്ടുപേരും കുറച്ച് നേരം പോസൊക്കെ ചെയ്ത് അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ട്രിപ്പ് പോകാമെന്നൊക്കെ പറഞ്ഞിറങ്ങിയതാട്ടോ. കാലാവസ്ഥ വലിയ രസമൊന്നും ഉണ്ടായിരുന്നില്ല, എന്നാലും നമുക്ക് ജസ്റ്റ് ഒന്ന് പോയി എൻജോയ് ചെയ്യാമെന്നൊക്കെ പറഞ്ഞു വണ്ടി കയറി കുറച്ച് റീലും കാര്യങ്ങളൊക്കെ എടുത്തു. അതിൻ്റെ ഇടയിൽ ഹേച്ചുകുഞ്ഞും ഈസമണിയുടെ ഫുഡ് കൊടുക്കലും അതേപോലെ തന്നെ കളിയും ചിരിയും ബഹളമൊക്കെ കഴിഞ്ഞ് നമ്മൾ ടൂറിസ്റ്റ് സ്പോട്ടായ കവയിലെത്തി കേട്ടോ. കവയിലെത്തിയപ്പോഴാണ് ഒരു രക്ഷയില്ല, അടിപൊളി വെയിൽ. എന്നാലും നമ്മുടെ കയ്യിൽ ആകെ 2 കുട ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഇസമണ്ടിയുടെ കയ്യിൽ ഹേച്ചുവിൻ്റെ ഒരു കുട ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മളവിടെ എത്തിയപ്പോൾ അത്യാവശ്യം നല്ല വെയിലും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ചേച്ചിയും അതേപോലെ തന്നെ ഞങ്ങളൊക്കെ കുറച്ച് നേരം വെയിലത്ത് നിൽക്കേണ്ടി വന്നു, കാരണം എല്ലാവരുടെ കയ്യിലും കുട ഉണ്ടായിരുന്നില്ല കേട്ടോ. പക്ഷേ ഇവിടുത്തെ സ്പോട്ട് ഒരു രക്ഷയില്ല, അടിപൊളിയായിരുന്നു. കാണാൻ ഒരുപാട് സംഭവങ്ങളുണ്ടായിരുന്നു. അതേപോലെ തന്നെ നമുക്ക് വൈകുന്നേരമൊക്കെ വരികയാണെങ്കിൽ അത്യാവശ്യം നല്ല ടൈം ഇവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. അപ്പോഴാണ് നമ്മൾ അപ്പുറത്ത് നിൽക്കുന്നത് നമ്മുടെ മലേനെ കാണുന്നത്. അങ്ങനെ മലേൻ്റെ അവിടെ സൈഡിൽ നിന്നും കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നല്ലോ. അത്യാവശ്യം നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നെങ്കിൽ കുറച്ചും കൂടെ എൻജോയ് ചെയ്യാമെന്നൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ നമ്മുടെ ഫോട്ടോ എടുപ്പും വീഡിയോ ഒക്കെ എടുത്തതിന് ശേഷം നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയിട്ടോ. ഇവിടുത്തെ ഏറ്റവും ഫേമസ് ആ ഒരു മന്തി സ്പോട്ടിൽ പോയിട്ടായിരുന്നു നമ്മൾ ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നത്. ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല കേട്ടോ. അടിപൊളി ഫുഡായിരുന്നു. അങ്ങനെ ഫുഡൊക്കെ അടിച്ച് നമ്മൾ മെല്ലെ അവിടെ നിന്ന് ഇറങ്ങി. അതിൻ്റെ ഇടയിൽ നമ്മൾ കുട്ടി ഷോപ്പിംഗ് ഇറങ്ങി കേട്ടോ. അങ്ങനെ ഫ്രെഡിക്ക് ഒരു ഷോർട്ടും കാര്യങ്ങളൊക്കെ എടുത്തിട്ടായിരുന്നു നമ്മൾ ഇറങ്ങിയത്. അപ്പോൾ ഫുഡ് രക്ഷ ഉണ്ടായിരുന്നില്ല, എല്ലാം സൂപ്പറായിരുന്നു. അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോ